ഗവർണറിനെ ഇരുത്തിക്കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. ഞാൻ പറയുന്നു, ഇന്ത്യ എന്റെ രാജ്യമാണ്. ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ല്. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ചെയ്യേണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് RSS ശാഖ ഉണ്ട്. അദ്ദേഹത്തിന് അർജുനായി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ദൈവങ്ങൾ പോലും വ്യത്യസ്തമാണ് പല സംസ്ഥാനങ്ങളിലും. പഞ്ചാബിൽ പൂജിക്കുന്നതാണോ കേരളത്തിൽ പൂജിക്കുന്നത്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു കോമൺ ലാംഗ്വേജ്. ഹിന്ദി സംസാരിക്കാൻ പറയുമ്പോൾ ഹിന്ദി നമ്മുടെ നാഷണൽ ലാംഗ്വേജ് അല്ല. ഭാരതാംബയല്ല, അത് അവനീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരതാംബയല്ല, അത് അംബേദ്കർ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയുടെ ചിത്രമല്ല. പകരം അത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നുവെന്നും ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ കാവി പതാക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയല്ലെന്നും ആ കുട്ടികൾ പഠിച്ചു. എല്ലാ വിദ്യാർത്ഥികളുടെയും സ്വന്തം വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ മിനിസ്റ്റർ ശ്രീ ശിവൻകുട്ടി ഇപ്പം അദ്ദേഹം നല്ല വിവാദത്തിലാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണാതിരിക്കും. ഭാരതാംബ വിവാദത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ അണിയല്ല, ഒരു ദൈവത്തിൻ്റെ ഭക്തനുമല്ല, ഒരു മാതാഹരത്തിൻ്റെ ആരാധകനുമല്ല. എനിക്ക് പറയാനുള്ളത് എപ്പോഴും സ്ട്രൈറ്റായിട്ട് സംസാരിക്കുന്നത് എനിക്കിഷ്ടം. നമ്മൾ നീതി ന്യായത്തിനനുസരിച്ച് സംസാരിക്കാറുള്ളൂ. ആരുടെ അടിമയാണ്ട് ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശിവൻകുട്ടിയെക്കുറിച്ച് പറയുമ്പം കമൻറ്റ് ബോക്സിലൊക്കെ എല്ലാവരും വന്ന് പറയാറുണ്ട്, സെക്രട്ടേറിയറ്റിൽ ആ കാണിച്ചതും കമ്പ്യൂട്ടർ എടുത്തെറിഞ്ഞതും ബോധം കെട്ടുകൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പല വേദികളിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം എല്ലാവർക്കും മുമ്പിൽ ഹീറോയായി. അദ്ദേഹത്തെ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഗവർണറിനെ ഇരുത്തിക്കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിൽ പവർ തന്നെയാണ്. ഇന്ന് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഭയക്കുന്നുണ്ട്. എല്ലാവരും കരുതിയ പോലെ ശിവൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വെറും ഒരു കോമഡിയല്ല എന്ന് പുള്ളി തെളിയിച്ചു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെയോ ഒരു ആസ്ഥാനമാക്കാൻ വേണ്ടി കഴിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പടം, ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ചിത്രമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമോ അവിടെ വച്ചിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാകുമായിരുന്നു. ഇത് അതിന് ഘടകവിരുദ്ധമായി ഒരു ചിത്രം വച്ചിരിക്കുന്നു. അത് എന്തിൻ്റെ ചിത്രമാണ്, ആരുടെ ചിത്രമാണ്, എന്തിനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ല്. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ, ക്ഷമിക്കണം. എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങിൽ നിന്ന് വാക്കൗട്ട് നടത്തി പോവുകയാണ്. മതനിരപേക്ഷയ്ക്കെതിരായിട്ടാണല്ലോ അവിടെ RSSന്റെ ചിഹ്നമെന്ന് പറഞ്ഞ് ഒരു വനിത കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഫോട്ടോ ആക്കി വെച്ചിട്ട് വിളക്ക് തിരി എല്ലാം കത്തിച്ചിട്ട് പൂവെല്ലാം ഇട്ട് തൊഴുതിട്ട് നിൽക്കുന്നത് അദ്ദേഹമാണ് ഭരണഘടന ലംഘിച്ചിരിക്കുന്നത്. കേരളത്തിന് നാണക്കേടാണ്. അദ്ദേഹം ചെയ്യേണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് RSSന്റെ ശാഖ ഉണ്ട്. അദ്ദേഹത്തിന് അർജുനായി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ ശാഖയെ കൊണ്ട് ഇത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. രാജ്ഭവനിൽ കൊണ്ട് ഇത് വയ്ക്കാനൊന്നും പറ്റുന്നില്ല. ഒരു ഭരണഘടന ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല. ഒരു പ്രോട്ടോകോൾ ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നടക്കുമ്പോൾ അവിടെ അത് സഹിച്ച് പ്രോട്ടോകോൾ ആണെന്നുള്ള അവിടെ ഇരിക്കും. വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണമെങ്കിൽ ആ കുട്ടികളെ മുഴുവൻ വിളിച്ചിറക്കൊണ്ട് പോകുമായിരുന്നു. ഗവർണർ പറഞ്ഞാൽ അവരോട് ഇരിക്കില്ല. കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നേ കേൾക്കുള്ളൂ. അത് ഞാൻ എന്റെ മാന്യത അനുസരിച്ച് ഞാൻ ചെയ്തില്ല. Bharat Mata, for whom we are living here, is here with us. On behalf of all of you, I have prayed her that she should give us some good thoughts. We should get some good discipline. We shall have some good way of life. These blessings from Bharat Mata will always guide us. Bharat Mata was not born in 1947. It was not born when we adopted Constitution. Bharat Mata is in existence for thousands and thousands of years. We always know. ോടൊപ്പം തന്നെ ഗവർണർ പറഞ്ഞത് ഒരു കാരണവശാലും ഭാരതാംബയുടെ ചിത്രം അവിടെ നിന്ന് നീക്കില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. ഇനി എങ്ങനെ സർക്കാർ പരിപാടികൾ രാജ്ഭവനിൽ സംഘടിപ്പിക്കും എന്ന അനിശ്ചിതത്വമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇവിടെ ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് മിനിസ്റ്ററിന് മാത്രമാണ്, ഗവർണറിന് ബാധകമല്ലേ? നമ്മുടെ നാട്ടിൽ കുറേ നാളായിട്ട് കാണുന്നൊരു കാര്യമാണ്. ഗവർണർമാർ വന്നു കഴിയുമ്പം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളോട് യോജിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ അടിച്ചേൽപ്പിക്കാനാണ് ഗവർണർ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ സ്റ്റേറ്റിലും ഗവർണർമാരുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റായ നിലപാടും തെറ്റായ സന്ദേശങ്ങളും ജനങ്ങൾക്കിടയിലോട്ട് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ എവിടെയാണ് ഈ ഭാരതാംബ എന്ന് പറയുന്ന കാര്യം പറയുന്നത്? എവിടെയും പറയുന്നില്ല. ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ദേവിമാരുടെയൊക്കെ പിക്ചേഴ്സിൻ്റെ അകത്തുനിന്ന് ഏകദേശം ഒരു രൂപം വെച്ച് ഭാരതാംബയെ ക്രിയേറ്റ് ചെയ്ത് കാവി കളറും കൊടുത്ത്
ഇതിപ്പം എനിക്ക് തോന്നുന്നത് മുമ്പോട്ട് വെക്കുന്നത് കുറച്ച് നാൾ കഴിയുമ്പം ഭാരതാമ്മയെ ഒരു അമ്പലമൊക്കെ പണിത് ഭാവി ചിലപ്പം ഭാരതാംബ അമ്പലം എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലോ UP-യിലോ എവിടെയെങ്കിലും പണിതതിന് ശേഷം ജനങ്ങൾക്ക് വരാനും പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പം ഫ്യൂച്ചറിൽ ഒരു പ്ലാൻ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു സ്റ്റാച്യു ആയിരിക്കും, പട്ടേലിനേക്കാളും വലിയ സ്റ്റാച്യു വെച്ച് ഭാരതാമ്മ ഇന്ത്യയുടെ ഡൽഹിയിൽ എവിടെയെങ്കിലും വെക്കുമായിരിക്കും. റെഡ് ഫോർട്ടിനൊക്കെ പകരം പുതിയതായിട്ട് വല്ലതും വെക്കാനൊക്കെ ആയിരിക്കും ചിലപ്പം ഭാവിയിൽ ഫ്യൂച്ചർ പരിപാടികൾ. ഇന്ത്യയുടെ ഫ്ലാഗ് മാറി കാവ്യ ഫ്ലാഗ് വരിക, നമ്മുടെ അശോക ചക്രം മാറ്റിയതിന് ശേഷം ഭാരതാമ്മയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലല്ലാത്തൊരു കാര്യവും നിർബന്ധിതമായിട്ട് ആരുടെയും തലയിലോട്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അത് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് ജനങ്ങൾ ചിന്തിക്കുന്നത് വളരെ, ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാം, ഇവിടെ ഈ RSSൻ്റെയും BJP-യുടെയും ആശയങ്ങൾ മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശിവൻകുട്ടി ഇവിടെ ഒരു പ്രോട്ടോക്കോൾ തെറ്റിച്ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവർണറും പ്രോട്ടോക്കോൾ തെറ്റിച്ചു. ഭാരതാംബയുടെ പിക്ചർ ശിവൻകുട്ടി പറഞ്ഞ പോലെ തന്നെ അത് RSSൻ്റെ ശാഖ വെച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് ഇത് വെച്ചാലും കുഴപ്പം. ഇവിടെ നമ്മളുടെ ഒരു പൊതുവേദിയിൽ പൊതുജനത പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് അവരുടെ മുമ്പിലോട്ട് തെറ്റായ സന്ദേശം എത്തിക്കുന്നതിന് തുല്യമാണ് ഗവർണർ കാണിച്ചു. ചരിത്രം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. ചരിത്രമായിട്ട് വരേണ്ടതാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമുക്കറിയാം ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. ഭാഷയിൽ വ്യത്യസ്തമാണ്, കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യസ്തമുണ്ട്. ഏത് നോർത്തും സൗത്തും തമ്മിൽ ക്ലൈമറ്റിൽ വ്യത്യാസമുണ്ട്. ഈ ചെറിയ നാട്ടുരാജ്യങ്ങളെല്ലാം കൂടെ യോജിച്ചു തന്നാണ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ സാമ്രാജ്യം. നമ്മൾ ബ്രിട്ടീഷ് കോളനിയാണ്, നമ്മളല്ലാതെ അറിയാൻ പറ്റുന്ന ചരിത്രം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോളനി വ്യവസ്ഥ അണ്ടറിൽ വരുന്നവരാണ് നമ്മൾ. ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടി ഒറ്റക്കെട്ടായതാണ് ഭാരതം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒറ്റ കൺട്രിയിലോട്ട് മാറിയത്. അപ്പോഴൊരു പ്രശ്നമുണ്ട്. നമ്മുടെയൊക്കെ ഓരോ നാട്ടുരാജാക്കന്മാരും അവരവരുടെ സർക്കിളിൽ കിങ്സ് ആയിട്ടാണ് ജീവിക്കുന്നത്. അതാണ് നമുക്ക് സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട വന്നത്. പ്രാർത്ഥന, ദൈവം, ഈ കോൺസെപ്റ്റ് എല്ലാം എൻ്റെ ദൈവങ്ങൾ പോലും വ്യത്യസ്തമാണ് പല സംസ്ഥാനങ്ങളിലും. പഞ്ചാബിൽ പൂജിക്കുന്നതാണോ കേരളത്തിൽ പൂജിക്കുന്നത്? വരും തലമുറ മതത്തിലും രാഷ്ട്രീയത്തിലും മുങ്ങി ജീവിച്ചു പോവുകയാണ്. അണിയായിട്ടും ഭക്തനായിട്ടും ആരാധകനായിട്ടും ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജ്യത്തെ യുവാക്കൾ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയിലൊക്കെ മുമ്പോട്ട് വരണം. നമ്മുടെ ചിന്താഗതികൾ മാറണം. നമ്മളീ കാണുന്ന ഇന്ത്യയുടെ ടോപ്പ് സിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളീ കാണുന്ന ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്സ് കാണും നമ്മുടെ സിറ്റീസ് മാത്രമേ ഉള്ളൂ. ഇപ്പം UP-യിലോട്ട് വന്ന UP-യുടെ ലക്നോ ഏരിയ അടിപൊളിയാണ്, ഗുജറാത്തിലോട്ട് വന്ന അഹമ്മദാബാദ് അടിപൊളിയാണ്, ബാക്കിയുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ വില്ലേജ് ഏരിയ. പക്ഷേ കേരളത്തിൽ ഉള്ള പ്രത്യേക കേരളം എറണാകുളവും ട്രിവാൻഡ്രവും സിറ്റീസ് ഉണ്ടെങ്കിലും അതിനോട് തന്നെ ഏകദേശം വലിയ കുഴപ്പമില്ലാതെ കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ മറ്റു സിറ്റീസും. ഇവിടെ നമ്മുടെ കേരളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യം ലാംഗ്വേജ് സ്കില്ലുണ്ട്. അവർ ഇംഗ്ലീഷും സംസാരിക്കും, മലയാളം സംസാരിക്കും. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് അമിത് ഷാ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഭാവിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ലാംഗ്വേജാണ്. ഹിന്ദി സംസാരിക്കാൻ പറയുമ്പോൾ ഹിന്ദി നമ്മുടെ നാഷണൽ ലാംഗ്വേജ് അല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ നമുക്ക് ഇന്ത്യക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല. നമുക്ക് എല്ലാ ലാംഗ്വേജും പല സ്റ്റേറ്റ്സാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കോൺസെൻട്രേറ്റീവ് നാഷണൽ ലാംഗ്വേജ് നമ്മൾ വെച്ചിട്ടില്ല. റീസൺ അതാണ്. പക്ഷെ നമ്മൾ ഹിന്ദി ഉപയോഗിക്കും, ഇംഗ്ലീഷ് ഉപയോഗിക്കും. അത് കോമൺ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി യൂസ് ചെയ്യുന്നുണ്ട്, കോമൺ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റു രാജ്യത്തുള്ള ആളുകളോട്ട് നമ്മളെങ്ങനെ ബിസിനസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? മറ്റ് രാജ്യത്തുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് മറ്റ് അന്താരാഷ്ട്ര കമ്മ്യൂണിക്കേഷൻസ്? ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് വേണം, ഇംഗ്ലീഷ് അറിയണം. ഹിന്ദി എനിക്കറിയാവുള്ളൂ, നിങ്ങൾ ഹിന്ദി സംസാരിക്കാൻ പറ്റിയിട്ട് കാര്യമില്ല. ഹിന്ദി പഠിക്കണം, അറിയണം, ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കുക. ഇംഗ്ലീഷ് കൊണ്ടുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ടെക്സ്റ്റ് മെസ്സേജുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെയിൽ അയക്കുമ്പോഴൊക്കെ നമുക്ക് കംഫർട്ടബിൾ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഇന്നിപ്പോൾ AI ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയോട്ട് വിടാൻ ഏത് ഭാഷയോട്ട് വിടാൻ നോ പ്രോബ്ലം. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെല്ലാം ഭാവിയിൽ ദുഃഖിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2025 ജീവിക്കുന്നത്. നമ്മൾ ഇന്ത്യ എങ്ങനെയാണ്? നമ്മൾ പുറകോട്ടാണോ പോകുന്നത്? 2025 ബാക്ക് അടിച്ച് 925 നമ്മൾ പോകുന്നത്. 2025 നമ്മൾ 2026 പോകുന്നത്. ചിന്താഗതിയും രാഷ്ട്രീയവും മതവും ഒക്കെ നല്ലതാണ് അവനവൻ്റെ വ്യക്തിപരമായ കാര്യത്തിന്. പക്ഷേ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി നമ്മൾ ജനങ്ങൾക്കിടയിലോട്ട് തെറ്റായ സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുമ്പം ജനങ്ങൾക്കിടയിൽ ഫ്രസ്ട്രേറ്റഡ് ആവും. അതാണ് ഉണ്ടാകുന്നത്. ഇപ്പം പ്രോട്ടോക്കോൾ ശിവൻകുട്ടി തെറ്റിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയോട്ടായി ആക്കി. ഇതിപ്പം പതുക്കെ ഭാരതാംബ എന്നുള്ള ആശയം കൊണ്ടുവന്ന്
എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോട്ടിന് അധികം താമസിക്കുക ഭാരതാമ്മയുടെ ചിത്രം വരും. എല്ലാ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഭാരതാമ്മയുടെ പിക്ചർ വെച്ച് ഈ കാവിക്കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാരതാമ്മയാണ്. രാവിലെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് എല്ലാവരും പ്രാർത്ഥിക്കണം. അതൊക്കെ ആയിരിക്കും അവർ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ വളരാൻ ശ്രമിക്കുകയല്ലാതെ പിറകോട്ട് നടക്കാനാണ് ശ്രമിക്കുന്നത്, മുൻപോട്ട് നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രം ചിന്തിക്കേണ്ടത്, രാഷ്ട്ര നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഭാവി തലമുറയെ പുറകോട്ട് നടക്കാൻ ദയവ് ചെയ്ത് ചിന്തിപ്പിക്കാതിരിക്കുക രാഷ്ട്രീയ നേതാക്കൾ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അരുൺകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ നിന്ന് കേട്ട് നോക്കാം. ഭാരതാംബയിൽ പോരിലേക്ക് എന്നാണ് ചോദ്യം. ഭാരതാംബ പോരിനുള്ളൊരു ഉപകരണമായി മാറുന്നു എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അതൊരു സാഹിത്യ സാംസ്കാരിക ചിഹ്നം മാത്രമാണ് ഭാരതാംബ. അതിനെ രാഷ്ട്രീയ ചിഹ്നമായി, ഒരു ദേശീയ ചിഹ്നമായി പ്രതിഷ്ഠിച്ച് ഒരു പുതിയ വിവാദത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് ഉള്ളിൽ സംഘപരിവാറുകാരനും പുറമെ ഗവർണറുമായി നിൽക്കുന്ന രാജേന്ദ്ര ആർലേക്കർ. നമ്മൾ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. 5ഓളം പാർട്ടികളിൽ നിന്ന് മാറി മാറി വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തികഞ്ഞ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രയോക്താവായിരുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നത്. ഭാരതീയ ക്രാന്തിദൾ, ഇന്റർനാഷണൽ കോൺഗ്രസ്, BSP, പിന്നീട് ഏറ്റവും ഒടുവിൽ BJPയിലേക്ക് എത്തുന്ന ഒരു കാലം. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല രാജേന്ദ്ര ആർലേക്കർ. രാജേന്ദ്ര ആർലേക്കർ അന്നും ഇന്നും കറകളഞ്ഞ സംഘപരിവാറുകാരനാണ്. ഒരൊറ്റ പാർട്ടിയിലെ രാജേന്ദ്ര ആർലേക്കർ പ്രവർത്തിച്ചുള്ളൂ, BJP. ഒരൊറ്റ സംഘടനയുടെ ആശയമേ രാജേന്ദ്ര ആർലേക്കറിനെ നയിച്ചിട്ടുള്ളൂ, അത് RSS. ആ രാജേന്ദ്ര ആർലേക്കർ പരീക്കറിന് ശേഷം ഒരുപക്ഷെ ഗോവ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രിസ്ഥാനവും ഒരു സ്പീക്കർ സ്ഥാനവും 3 സംസ്ഥാനങ്ങളിലെ ഗവർണർ സ്ഥാനവും മാത്രം കിട്ടിയ രാജേന്ദ്ര ആർലേക്കറിന് തന്നെ കേരളത്തിൽ നിയമിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ഉദ്യമം മിഷൻ നടപ്പിലാക്കണം. ആ രാഷ്ട്രീയ മിഷൻ നടപ്പിലാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിൽ SFIയെ നേരിടുന്ന പ്രകടനപരമായിട്ടുള്ള പോരാട്ടമാണ് കാഴ്ചവെച്ചതെങ്കിൽ രാജേന്ദ്ര ആർലേക്കറിന്റേത് ബുദ്ധിപൂർവമായ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. ചിഹ്നങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിരന്തരം ഇങ്ങനെ സർക്കാരുമായി ഏറ്റുമുട്ടുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക, അതിനുശേഷം അതുണ്ടാക്കുന്ന ചർച്ച കണ്ട് രസിക്കുക. ഇതാണ് കേന്ദ്രത്തെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രണ്ടാമത്തെ രീതിയാണ്. എന്നാൽ സർക്കാരുമായി ഭരണത്തിൽ നേരിട്ടുള്ള പോരാട്ടമില്ല. എന്നാൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രതീകാത്മകമായ ഒരു പോരാട്ടമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ അപകടകരമായ നീക്കമാണ് രാജേന്ദ്ര ആർലേക്കർ നടത്തുന്നതെന്നാണ് എന്റെ പക്ഷം. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താ? ഇന്ന് വായനാ ദിനമല്ലേ, PN പണിക്കരുടെ ദിനമല്ലേ, ഇന്ന് കുട്ടികളെല്ലാവരും വായിച്ചു പഠിച്ച് അറിഞ്ഞു വളരേണ്ട കാലമല്ലേ. ഇന്നത്തെ വായനാ ദിനത്തിന്റെ മോട്ടോ എന്താ? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ളതല്ലേ. ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ചിന്ത എന്താണ്? അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന, രാജ്ഭവനിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭാരതാംബ ഏത് ഭാരതാംബയാ? ആ ഭാരതാംബയെ ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായി ഒരു ദേശീയ ചിഹ്നമായിട്ട് കൊണ്ടുവരാൻ കഴിയുമോ? നമുക്കറിയാവുന്ന ഭാരതാംബ പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 1873 വന്ന നാടകമായിരിക്കുന്ന ഭാരതാംബയാണ്. ആ നാടകം സൃഷ്ടിക്കപ്പെട്ട ബംഗാളിലെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അവിടെ ഒരു ഫെമീൻ നിൽക്കുന്ന, ബംഗാൾ ക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കിരൺ ചന്ദ്ര ബാനർജി എഴുതിയ നാടകമാണ് ഭാരതാംബ. ആ ഭാരതാംബയാണോ ഈ താമരയും അതേപോലെ ഇന്ത്യയുടെ തന്നെ ഭൂപടം മാറ്റി എഴുതിയ ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന കാവിക്കൊടി എന്തിയ ഭാരതാംബ? അങ്ങനെ ഒരു ഭാരതാംബ 1873 ആരും കണ്ടിട്ടില്ല. 1904 ലോർഡ് കഴ്സൺ വന്ന് ഇന്ത്യ വിഭജനം നടത്തുന്ന സമയത്ത് ബംഗാളിനെ ചേർത്ത് നിർത്താൻ വേണ്ടി അന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവനായ അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഒരു ഭാരത്മാതയുണ്ട്. കയ്യിൽ വെള്ളത്തുണിയും ഒപ്പം തന്നെ ഭക്ഷണവും കറ്റയും രുദ്രാക്ഷവും ആയി നിൽക്കുന്ന ഒരു ഭാരത്മാതയുണ്ട്. അവിടെ പുസ്തകവുമായി നിൽക്കുന്ന ഭാരത്മാതയുണ്ട്. ആ ഭാരതാംബയല്ലല്ലോ നമ്മൾ ഇന്ന് കണ്ടത്. പുസ്തകമായി നിൽക്കുന്ന ഭാരതാംബയോ രുദ്രാക്ഷമായി നിൽക്കുന്ന വെള്ളത്തുണിയുമായി നെൽക്കതിരുമായി നിൽക്കുന്ന ഭാരതാംബയോ അല്ല നമ്മൾ കണ്ടത്. കാവിക്കൊടി എന്ന് നിൽക്കുന്ന ഭാരതാംബ എവിടെ നിന്ന് വന്നു? അവിടെയാണ് ഇന്ന് മന്ത്രി V ശിവൻകുട്ടി ചോദിച്ച ചോദ്യം. ഈ കുട്ടികളുടെ മുന്നിൽ ഈ ഭാരതാംബ ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോ ആരുടേതാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് നമ്മുടെ ഗാന്ധിയുടെ ആണെങ്കിൽ എനിക്ക് തിരിച്ചറിയാമായിരുന്നു, അത് പ്രധാനമന്ത്രിയുടേതാണെങ്കിൽ എനിക്ക് തിരിച്ചറിയാമായിരുന്നു. ഇതൊന്നുമില്ലാതെ 1950 എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ടിലാണ് നമ്മുടെ രാജ്യത്ത് പ്രോട്ടോകോൾ പ്രകാരം ഉപയോഗിക്കാവുന്നതും അതല്ലെങ്കിൽ ഔദ്യോഗികമായി ഉപയോഗിക്കാവുന്നതും അതിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയാൽ ശിക്ഷ ഉറപ്പാക്കുന്നതുമായ ആക്ട് പാസാക്കുന്നത്. അപ്പോൾ 1950 എംബ്ലംസ് ആക്ടിലോ 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിലോ ഈ സിംബലിനെ കുറിച്ച് പറയുന്നില്ല. ഒരിടത്തും നമ്മൾ അത് സിംബലായിട്ട് ഉപയോഗിച്ചിട്ടില്ലെന്നേ. കേരളത്തിൽ ഇന്നേ വരെ ഇതേ ചരിത്രത്തിൽ നാടകത്തിലും കവിതയിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജനനീ ജന്മഭൂമിച്ച സ്വർഗാത ഭീഗിരിയസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ജനിച്ച നാട് ഏതാ? നമ്മൾ കുറച്ചു കാലം വരെ തിരുവിതാംകൂറുകാരായിരുന്നു, കുറച്ചു കാലം വരെ കൊച്ചിക്കാരായിരുന്നു, കുറച്ചു കാലം വരെ മദ്രാസിയായിരുന്നു. പിന്നീടാണ് നമുക്ക് കേരളം ഉണ്ടാവുന്നത്, പിന്നീടാണ് നമുക്ക് ഇന്ത്യ ഉണ്ടാവുന്നത്, ഭാരതം എന്ന സങ്കല്പം തന്നെ ഉണ്ടാവുന്നത്. ആ ഭാരതം എന്ന സങ്കല്പത്തിന് ദീർഘകാലത്തെ ചരിത്രം കഥകളിൽ പറയുന്നുണ്ട്, ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്, പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ചരിത്രം പക്ഷേ നമ്മളോട് പറയുന്നത് എന്താ? നമ്മൾ ഒരുമിച്ച് നിന്ന ഇന്ത്യ രാജ്യമായി വരുന്നത് 1950 ഇന്ത്യൻ ഭരണഘടന വന്നതിന് ശേഷമാണ്. അപ്പൊ ആ ഭൂമിയുടെ ഇന്ത്യയുടെ മാപ്പ് സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന മാപ്പ് അല്ല അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്താ? അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അഖണ്ഡ ഭാരതം എന്ന ആശയമാണ്. ആ അഖണ്ഡ ഭാരതം എന്ന ആശയത്തിൽ എവിടെയാ ഇന്ത്യയുടെ കാശ്മീർ കിടക്കുന്നത്? കാശ്മീർ കാണാനില്ലല്ലോ. നമ്മളതല്ലേ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്? ആ അഖണ്ഡ ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സേതു ഹിമാചലം പരന്നു കിടക്കുന്ന ഒരു ഹിന്ദു സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ചർച്ച, മറാഠ സാമ്രാജ്യം ഉണ്ടാവുന്ന 16-17 നൂറ്റാണ്ടുകളിൽ ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു ഭൂപടത്തിന്റെ പശ്ചാത്തലമാണ്. അത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ചിത്രം എന്താണെന്നേ. ആ ചിത്രം എന്താണ് എന്ന് പറയുമ്പോഴാണ് ആ സങ്കല്പം കൊണ്ടുവന്ന ആളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. രാജേന്ദ്ര ആർലേക്കർ പറയാൻ ശ്രമിച്ചത് എന്താ? ഇത് അംബേദ്കർ സൃഷ്ടിച്ച, ഗാന്ധി സൃഷ്ടിച്ച, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവൻ നൽകി അവരുടെ ജീവിതം നൽകി സൃഷ്ടിച്ച ഒരു ഇന്ത്യ അല്ല ഇതൊന്നും. പകരം ഈ ഇന്ത്യ എന്നുള്ളത് ആ സേതു ഹിമാചലം പരന്നു കിടക്കുന്ന സവർക്കർ നേരത്തെ സൂചിപ്പിച്ച അഖണ്ഡ ഭാരതം എന്ന ആശയമാണ് എന്നാണ്. ആ
സവർക്കറിനെ കുറിച്ച് ഒരു വാചകം കൂടി പറഞ്ഞു പോകണം. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയട്ടെ. 1911 ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൻഡമാൻ നിക്കോബർ ഐലൻഡിൽ കിടക്കുമ്പോൾ ഇതേ ഇന്ന് ഭാരതാംബയുടെ പശ്ചാത്തലത്തിൽ കാണുന്ന അഖണ്ഡ ഭാരത സങ്കല്പം ഉണ്ടാക്കിയ ഈ സവർക്കർ എഴുതി കൊടുക്കുന്ന ദയാഹർജി ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കണം, അത് ഓർമ്മയിൽ ഉണ്ടാവണം. എന്താണ് ആ ദയാഹർജി? ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിലെ ഹോം മെമ്പർ റിജിനാൾഡ് ക്രൗഡോക്കിന് യുവർ ഓണർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ആ ദയാഹർജിയുടെ ഒരു ഭാഗത്ത് പറയുന്നു, ഏത് രീതിയിൽ വേണമെങ്കിലും എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ഗവൺമെന്റിനെ സഹായിക്കാൻ തയ്യാറാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ എന്റെ സംഭാഷണം ആത്മാർത്ഥമാണ്. എന്നെ ജയിലിൽ തന്നെ നിലനിർത്തിയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. വിട്ടാലും മാറ്റമൊന്നും വരില്ല. അധികാര കേന്ദ്രത്തിനെ കരുണ കാട്ടാൻ കഴിയൂ. സർക്കാരിന്റെ പിതൃസഹജമായ കവാടങ്ങൾക്കുള്ളിലല്ലാതെ മറ്റെവിടെയാണ് മുടിയനായ പുത്രന് മടങ്ങിച്ചെല്ലാനാവുക? ഈ കുട്ടികളോട് രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ മുടിയനായ ഒരു പുത്രൻ ഒരു സഹജമായ ഒരു പിതൃരാജ്യത്തിന്റെ കവാടത്തിലേക്ക് പോയി മാപ്പപേക്ഷിച്ച ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നതെന്ന് പൊളിറ്റിക്കൽ മെസ്സേജാണോ കൊടുക്കാൻ പോകുന്നത്? ആ മെസ്സേജ് ആണോ? അതും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനത്തിൽ ഈ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട പാഠം. അതുകൊണ്ട് ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൈയടിച്ച് അഭിനന്ദിക്കുന്നത്, അവിടെ വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൊരു പാഠമുണ്ട്. ചരിത്രത്തെ നമ്മൾ പോരാട്ടത്തിലൂടെ മനസ്സിലാക്കിയ ഒരു ചരിത്രമുണ്ട്. പലപ്പോഴും ടെക്സ്റ്റിനോടൊപ്പം നമ്മൾ സബ് ടെക്സ്റ്റ് പഠിക്കും, പാഠത്തോടൊപ്പം ഉപപാഠം പഠിക്കും. നിങ്ങൾ കാണുന്ന ചിത്രം എന്താണ്? കുട്ടിക്കത് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ നോർമലൈസ് ചെയ്യുന്നതിനെതിരെ മുഖ്യമന്ത്രി കാണിച്ച, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണിച്ച ആർജവം കുട്ടികൾ മനസ്സിലുണ്ട്. ഈ കുട്ടികൾ ഒരിക്കലും മറക്കില്ല. ആ വരച്ചിരിക്കുന്ന ഭാരതാംബ അത് കിരൺചന്ദ്ര ബാനർജിയുടെ ഭാരതാംബയല്ല, അത് അവനീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരതാംബയല്ല, അത് അംബേദ്കർ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയുടെ ചിത്രമല്ല. പകരം അത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നുവെന്നും ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ കാവി പതാക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയല്ലെന്നും ആ കുട്ടികൾ പഠിച്ചു. അങ്ങനെ കുട്ടികളെ ഒരു പാഠം പഠിപ്പിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടാണ് ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഭിനന്ദിക്കുന്നത്. കാരണം ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ പ്രതിഷേധിക്കാതെ പോയിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ബോധം എന്നുള്ളത് അത്യന്തം അപകടകരമായ ഒരു ബോധമാകുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിലുള്ള പ്രതികരണം അങ്ങനെ തന്നെ ആവണം. ആ വാക്ക് പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുന്നു. എന്ത് പ്രോട്ടോക്കോളാ? ഗവർണർക്കില്ലാത്ത പ്രോട്ടോക്കോളാണോ? ആ ഭാരതാംബയിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഏത് പ്രോട്ടോക്കോളിലാണ് ഉള്ളത്? ഒരു സർക്കാരിന്റെ പരിപാടി നടത്തുമ്പോൾ അതല്ലെങ്കിൽ ഒരു പൊതുപരിപാടി നടത്തുമ്പോൾ ഈ ഗവർണറുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ 163 ആർട്ടിക്കിളിലല്ലേ? എന്താ 163 ആർട്ടിക്കിൾ പറയുന്നത്? ഈ ഗവർണർ പ്രവർത്തിക്കേണ്ടത് ആരുടെ ഉപദേശത്തിലും ആരുടെ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഈ ഗവർണർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഇത്തരം ചിത്രങ്ങൾ വെച്ച് പൂജിക്കാൻ ആ ഗവർണർക്ക് അവകാശമുണ്ട്. പക്ഷേ അത് പൊതുപരിപാടിയിലല്ല. ഗവർണറുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഏത് ചിത്രത്തിൽ പൂജിച്ചാൽ ആർക്കാ കുഴപ്പം? ആ ചിത്രത്തിൽ നിങ്ങൾക്ക് സച്ചിൻ തെണ്ടുൽക്കറിന്റെയോ, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് സ്മൃതി മന്ദാനയുടെയോ, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ബോളിവുഡ് താരത്തിന്റെയോ ഹോളിവുഡ് താരത്തിന്റെയോ ഒക്കെ ചിത്രം വെച്ച് പൂജിക്കാനും അതിൽ ആരാധിക്കാനും ഒക്കെയുള്ള അവകാശം ഗവർണർക്കുണ്ട്. പക്ഷേ ഒരു പൊതുചടങ്ങിൽ ഇതേപോലെ വികലമായ ഒരു ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഭാരതാംബ എന്ന ഒരു സാഹിത്യ സാംസ്കാരിക ചിഹ്നത്തെ അതിൽ തന്നെ വ്യത്യസ്തപ്പെടുത്തി അതിൽ കാവിക്കൊടി വളർത്തി രാജ്ഭവനെ ഈ നിലവിൽ ഒരു ശാഖയാക്കി മാറ്റാൻ, RSSന്റെ ശാഖയാക്കി മാറ്റാൻ ഒരു നീക്കം നടത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. ആ പ്രതിഷേധമാണ് അവിടെ കണ്ടത്. ആ പ്രതിഷേധത്തിനും അപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഉപപാഠം കൂടിയാണ്. വളരെ ശക്തമായ ഒരു ഉപപാഠം, ഒരു സബ് ടെക്സ്റ്റ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തെ ആഴത്തിൽ പരിശോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് കരുത്തേകുന്ന ഒരു നിമിഷമായി തന്നെ ഞാനിതിനെ കാണുകയും ചെയ്യുന്നു. പിന്നെ പ്രോട്ടോകോൾ ഭീഷണിയൊക്കെ അത് തൽക്കാലം ഗവർണർ കൈവശം വെച്ചാൽ മതി. ആ ഗവർണർക്കില്ലാത്ത പ്രോട്ടോകോൾ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിക്കും ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രോട്ടോകോളും നിലവിൽ ഭാരതാംബയെ പുഷ്പാർച്ചന നടത്തിയോ വിളക്ക് തെളിയിച്ചോ ഒരു സർക്കാർ പരിപാടി നടത്തണമെന്നും അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് അവിടെ നിന്ന് വാക്കൌട്ട് നടത്താതിരിക്കാമെന്നും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി നമ്മൾ പറയാം, ഗവർണറിനെ ടൂളായി ഉപയോഗിക്കുന്നു. നിർഭാഗ്യവശാൽ ഭാരതാംബ എന്ന സാംസ്കാരിക സാഹിത്യ ചിഹ്നത്തെ പോലും ഒരു രാഷ്ട്രീയ ചിഹ്നമായി ഉപയോഗിക്കുന്ന ഒരു കൗശലമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് അത്യന്തം അപകടകരമായ സംഘപരിവാറിന്റെ ബുദ്ധിയാണ്. ഇന്ന് അതിന്റെ പേരിൽ ABVP പല സ്ഥലങ്ങളിലേക്കും പ്രതിഷേധം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടി നിങ്ങൾ കരുതി വെക്കേണ്ടി വരും, എല്ലാ സംഘപരിവാർ സംഘടനകളും എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്തുള്ള ടേക്ക്. അതുകൊണ്ട് ഒരിക്കൽ കൂടി വിദ്യാഭ്യാസ മന്ത്രി ഇന്നെടുത്ത ധീരമായ നിലപാടിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. അതൊരു ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി മാറുകയും ചെയ്യുന്നു ഈ പോരാട്ടത്തിൽ എന്നാണ് എന്റെ ടേക്ക്. അരുൺകുമാറിന്റെ ടേക്ക് ഇതാണ് ചരിത്രം. ഇവിടെ ഒരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻകുട്ടി പറഞ്ഞ പോലെ തന്നെ ആ പിള്ളേരെ മുഴുവൻ വിളിച്ചുകൊണ്ട് പുള്ളിക്ക് ഇറങ്ങി പോകുമായിരുന്നു. അത് പുള്ളിയുടെ മാന്യത തന്നെ. നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ സയൻസ്, ടെക്നോളജി ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പുരാണത്തിലെ കഥാപാത്രങ്ങളെയൊക്കെയാണ് നമ്മൾ ജനങ്ങൾക്ക് മുമ്പിലോട്ട് വെക്കുന്നത്. ഈ കഥാപാത്രങ്ങൾക്കകത്തുനിന്ന് ഒരു കഥാപാത്രത്തെ പുതിയതായിട്ട് രൂപീകരിക്കുകയാണ് ഭാരതാംബ. ഭാരതം ഞാനെന്നും എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്. രാജ്യത്തെ പ്രധാനമന്ത്രി, മറ്റ് മന്ത്രിമാർ, ഗവൺമെൻറ് ഒഫീഷ്യൽസ് അവരോടൊക്കെ നമുക്ക് സ്നേഹവും ബഹുമാനമുണ്ട്. പക്ഷേ അവരുടെ തെറ്റായ നിലപാടുകളോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ പാകിസ്ഥാൻ ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എടുത്ത തീരുമാനങ്ങൾ അതിനോടൊക്കെ ഞാൻ എപ്പോഴും യോജിക്കുന്നു. ഒരു സിറ്റിസൺ എന്ന രീതിയിൽ അതിന് പൂർണ്ണമായും പിന്തുണ നമ്മൾ കൊടുക്കുകയും ചെയ്യും. നമ്മുടെ രാജ്യം 2025 മുമ്പോട്ട് പോകണ്ടേ? നമ്മൾ പതുക്കെ 2025 925 പോകേണ്ടത്. മുൻപോട്ട് നടക്കാൻ നമ്മൾ യുവതലമുറയെ പ്രേരിപ്പിക്കുക, പിറകോട്ട് നടക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയക്കാരനും ശ്രമിക്കേണ്ടത്. ഈ രാഷ്ട്രീയക്കാരൻ്റെ വാക്കുകളെപ്പോഴും ജനങ്ങളും യുവാക്കളും ശ്രദ്ധിക്കുന്നതാണ്. അവർ തെറ്റായ സന്ദേശം ജനങ്ങൾക്കിടയിലോട്ട് എത്തിച്ചു വിട്ടു കഴിഞ്ഞാൽ
ഭാവി തലമുറ നശിച്ചു പോകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.